ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ്. ഇന്ന് വീണ്ടും ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത്. 296 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത്. 1 മിനിറ്റ് കൂടിയുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. $22,383.40 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇപ്പോൾ 300-ന് മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. യെസ്, നല്ലൊരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി കിട്ടും എന്ന് നോക്കാം. $22,000 പുട്ട് ഓപ്ഷൻ 21,800 നോക്കാം. യെസ്, നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. അഗ്രസീവ് എൻട്രി ആണ്, ബട്ട് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. യെസ്, ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നല്ലൊരു ഡൗൺഫോൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡയറക്ഷനിലേക്ക് കൺഫേം ആവുകയാണെങ്കിൽ മാത്രം നമുക്കിത് ആഡ് ചെയ്യാം. ഇപ്പം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഫസ്റ്റ് 1 മിനിറ്റിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഡേ ലോ ലെവലിൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് സ്പോട്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു 5 മിനിറ്റ്സ് ക്ലോസിങ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. മൊമെൻറ്റം അഗെയിൻ ഡൗൺഫോൾ 22,000 ലെവലിലേക്ക് ഫോൾ ആവാനുള്ള ചാൻസസ് ആണ് നമുക്ക് മനസ്സിലാവുന്നത്. 22,000 ലെവലിലേക്ക് ഫോൾ ആവുകയാണെങ്കിൽ വലിയൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും ഒരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ പുട്ട് ഓപ്ഷൻ നമ്മളിപ്പോൾ 1,000 റുപ്പീസ് ലോസിലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 500 റുപ്പീസ് ലോസിലാണ്. ബട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്വാണ്ടിറ്റി പൊസിഷൻ സൈസിങ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുക. നല്ല മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഒരു ലോട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് പ്രോഫിറ്റ്സേ കിട്ടൂ എന്നുള്ള രീതിയിലൊന്നും. നമ്മളിവിടെ 10 പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമുക്കിവിടെ ആക്സിസിൽ കാണാം. 140, 50, 60 അല്ലെങ്കിൽ 120, 110, 100 ആ ഒരു ലെവലിലാണ് മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളത്.
അപ്പോൾ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സമയമെടുത്തേക്കാം. ഞാൻ പറഞ്ഞു നേരത്തെ, അതായത് ഡേ ലോ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെങ്കിലും നമ്മൾ എടുത്തിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് 148, അതായത് ഡേ ഹൈ ലെവൽ 149.70 ആണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വൺസ് 150 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടൊരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നല്ല പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ പൊസിഷൻ സൈസ് വളരെ കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കോസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 5 മിനിറ്റ്സ് ക്ലോസിങ്ങിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്പോട്ട് ചാർട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. നല്ലൊരു ഡൗൺഫോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിത് റൈഡ് ചെയ്യാനായിട്ടും നോക്കേണ്ടതുണ്ട്. അത്രയും നല്ലൊരു ഗ്യാപ്പ് ഡൗൺ മൂവ്മെൻറ്റ് വന്നുകൊണ്ട് ഇതിൻ്റെ സപ്പോർട്ട്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സ്പോട്ട് ലെവലിൽ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ. നെക്സ്റ്റ് ഒരു 22,180 ലെവലിലേക്കൊരു ഫോളോ വരാനുള്ള ചാൻസസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 22,000 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫോൾ ആയിരിക്കും എന്തായാലും. നമ്മുടെ ഡയറക്ഷനിലാണെങ്കിൽ നല്ല പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡയറക്ഷനിൽ വന്നതിന് ശേഷം നമുക്കതിനെ പിരമിഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇപ്പം നമ്മൾ ഒരു ലോട്ട് പോലും അധികം എടുക്കാതെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് കോസ്റ്റ് അറൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 500 റുപ്പീസ് ലോസ് ഉണ്ട്. ഇപ്പോൾ അത് ഒരു 2000 റുപ്പീസ് ലോസിലേക്കോ 2000 റുപ്പീസ് പ്രോഫിറ്റിലേക്കോ വരാൻ പൊട്ടൻഷ്യലുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസും പ്രീമിയം ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു ഡിസിപ്ലിനാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്ലോസിങ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ 1 ലോട്ട് എടുത്തിട്ട് അത് മാനേജ് ചെയ്യാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തുടർന്ന് ചെയ്യാം. പക്ഷേ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്കൊരു 30 പോയിൻറ്റ്സ് 40 പോയിൻറ്റ്സിൻ്റെ ഒരു സ്പൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എത്രത്തോളം അഗ്രസീവായിട്ട് എൻട്രി അല്ലെങ്കിൽ പിരമിഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിലേക്കാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 22,200 ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബുക്കിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. 180 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ലെവലുണ്ട്. ഇപ്പം നമുക്ക് എടുത്തതിന് ശേഷം ആ ഒരു ലെവലിൽ നിന്ന് താഴോട്ടും വന്നിട്ടില്ല, മുകളിലോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ മുകളിലോട്ടും വന്നിട്ടില്ല, താഴോട്ടും പോയിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ടെസ്റ്റ് ചെയ്യപ്പെടും. ഏതൊരു ഡയറക്ഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിനിലാണ് നമുക്ക് നല്ല പ്രോഫിറ്റ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുക. ഓൾറെഡി മാർക്കറ്റിൽ വലിയൊരു ഗ്യാപ്പ് ഡൗണും 300 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗണും ഫർദർ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് പുൾ ബാക്ക് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ വലുതായിരിക്കും. 22,209.15 ആണ് ഇതുവരെയുള്ള ഡേ ലോ. ഒരു 30 പോയിൻറ്റ്സ് കൂടി ഒരു ഡൗൺ ആവുമോ നമുക്ക് നോക്കാം. യെസ്, ഓൾമോസ്റ്റ് കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. യെസ്, 148ലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ല. നമുക്ക് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടൊരു മൊമെൻറ്റം വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രേഡ് സേഫായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. യെസ്, അത് പ്രൈസ് റിജക്ഷനാണ് ഹയർ ലെവൽസ് എന്ന് വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
പേഷ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ ഒരു പോയിന്റിൽ നമ്മളെപ്പോഴും ഇതിപ്പോൾ ബ്രേക്ക് ഔട്ട് ആവുമെന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതാണ് നമ്മളിപ്പം പേഷ്യൻസ് കാണിക്കേണ്ടത്. റിവേഴ്സൽസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും വളരെ പെട്ടെന്നായിരിക്കും ഡൗൺ ആവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലോസിങ് വരുന്നതിന് മുൻപ് തന്നെ ഒരു റിജക്ഷൻ വന്നിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ റിസ്ക് ആവുമായിരുന്നു. ഇപ്പോഴും റിസ്ക് ആവാനുള്ള സാധ്യതകളുണ്ട്, പക്ഷേ നമുക്കത് പ്രോഫിറ്റിൽ പുറത്തേക്ക് വരാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. കമ്പാരിറ്റീവ്ലി നമുക്ക് റിസ്ക് കുറവാണ്. ഇൻ കേസ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ വലിയ രീതിയിലുള്ള റിജക്ഷൻ ബൈയിങ് പ്രഷർ വന്നിരുന്നെങ്കിൽ നമുക്കത് ഒരിക്കലും ആവറേജ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊന്ന് സെയിം സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ട് തന്നെ നമുക്കതിനെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഓപ്പർച്യൂണിറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അഗെയിൻ ഒരു 500-600 റുപ്പീസിൻ്റെ ലോസിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, കുറച്ചൊരു റിസ്കി പൊസിഷനാണ്. എന്തായാലും ഒരു റിവേഴ്സൽ സൈൻസ് വരാത്തത് കൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം ആസ് ഓഫ് നൗ. ബ്രേക്ക് ഔട്ട് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഒരു റിവേഴ്സൽ സൈൻ അല്ല, ഒരു പുൾ ബാക്ക് സൈൻ ഉണ്ട്. അത് വരുന്നതിന് മുൻപ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പൊസിഷൻ നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരിക്കാം. പക്ഷേ ഒരുപക്ഷെ നമുക്കത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ പോയിൻറ്റ്സ് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കാം. ഒരു 50 പോയിൻറ്റ്സ് ഒക്കെ വിത്തിൻ നോ ടൈം വരാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. 145 ട്രേഡ് ചെയ്യുന്നത്. 145, 146 ലെവൽ. ഒരു ബൈയിങ് പ്രഷർ തന്നെയാണ് സ്പോട്ടിൽ കാണുന്നത്. നമുക്കിവിടെ സ്പോട്ട് ചാർട്ട് വാച്ച് ചെയ്യാം. നല്ലൊരു ബൈയിങ് പ്രഷറുണ്ട്. അതിനെ നമുക്ക് ലോവർ ഹൈ ഫോം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. സ്പോട്ട് ചാർട്ടിൽ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ മൂവ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ആവാൻ പോകുന്നു. ഒരു 10-12 മിനിറ്റ്സ് ആയി കഴിഞ്ഞു. എന്തായാലും ഹൈ പുട്ട് ഓപ്ഷൻ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അതിനെടുക്കുന്ന സമയമാണ് നമുക്ക് ഇപ്പം തന്നെ ബ്രേക്ക് ചെയ്യുമോ അതോ ഇനിയൊരു കുറച്ച് മണിക്കൂറുകൾ എടുക്കുമോ എന്നുള്ളത് നമുക്ക് തീർത്ത് പറയാനായിട്ട് ഇപ്പോൾ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഇനിയും ഒരു 2-3 hours എടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. ഇപ്പം തന്നെ ബ്രേക്ക് ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് റിസ്ക് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ സമയമെടുക്കും എന്നുള്ളൊരു വ്യൂവിൽ തന്നെയാണ് എല്ലാ ട്രേഡും ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും സമയം ഹോൾഡ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ഒരു എൻട്രി എടുക്കുക എന്നുള്ളതാണ്.
എനിക്ക് തോന്നുന്നു കുറച്ച് സമയമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ആസ് ഓഫ് നൗ 148.20 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ്. ഒരു ലോട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, മാർക്കറ്റ് ഒരു ലോവർ ഹൈ ഫോം ചെയ്തിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു അഡീഷൻ ഉണ്ട്, ഒരു ലോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. യെസ്, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 151 ആണ് ആവറേജ് പ്രൈസ്. 148 ഉണ്ടായിരുന്നു, 51 ആയി. ഇനി ഒരു നെക്സ്റ്റ് ഒരു അഡീഷൻ കൂടി നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഒരു 4 ലോട്ട്സ് വരെ നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തു. ഈ ഒരു 148 ലെവൽ നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ടാണ് നമുക്ക് വരേണ്ടത്. നമ്മളിപ്പോൾ ഒരു 2 ലോട്ട്സ് ആണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേയിലോ വന്നിട്ടുണ്ട് സ്പോട്ടിൽ. ഇപ്പോൾ ഒരു ചെറിയൊരു പുൾ ബാക്ക് വരാൻ ചാൻസ് ഉണ്ട്. യെസ്, അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി ഒരു 20 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 15 പോയിൻറ്റ്സ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഒരു അഡീഷൻ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. പ്രീവിയസ് ഒന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തു. ഡേ ഹൈ ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ 151 ആവറേജ് പ്രൈസ് നമ്മൾ 2 ലോട്ട്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 190 പ്ലസ് ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. 190 പ്ലസ്. ഇപ്പോൾ നമ്മൾ 150ലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ധൈര്യമായിട്ട് വയ്ക്കാം. ഡേ ഹൈ 155.75 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത് ഇതുവരെ. ഡേ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു കൺഫർമേഷനാണ്. കുറച്ചുകൂടി മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു നമ്മൾ എൻട്രി എടുത്തത് 916 ആണ്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് വരുന്നത് ഒരു 30 മിനിറ്റ്സിന് ശേഷമാണ്. അരമണിക്കൂർ എടുത്തു. അപ്പം നമ്മൾ വീഡിയോ അത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ലോങ് വീഡിയോ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം കൂടുതൽ ആക്ഷൻസ് വരുന്ന സമയത്ത് അത് ഉൾപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 155.75 ഡേ ഹൈ അത് എടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് 22,000 ലെവലിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് എത്ര സമയം എടുക്കും എന്നുള്ളതും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മൊമെൻറ്റം നമുക്ക് ചെറുതാണെങ്കിലും നമുക്കൊരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബുക്ക് ചെയ്തതിന് ശേഷം റീ എൻട്രി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ നമുക്ക് 22,000 ഇപ്പോൾ റൈറ്റ് അവേ വന്നുകൂടാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ്. ആ മൊമെൻറ്റം എത്ര വേണമെങ്കിലാവാം. മേ ബി അതിനിടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ലെവൽ വരെ വരാം. അല്ലെങ്കിൽ അത് റൈറ്റ് അവേ നല്ലൊരു ഫോൾ വന്നിട്ട് 22,000 വരാനും ചാൻസ് ഉണ്ട്. 200 പോയിൻറ്റ്സ് അവേ ആണ്. ബട്ട് സ്റ്റിൽ ന്യൂ ഡേ ഹൈ ഫോം ചെയ്തിട്ടുണ്ട് പുട്ട് ഓപ്ഷനിൽ 156. ഇനി ഒരു ബ്രേക്ക് ഔട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ 2 ലോട്ട്സ് എടുത്തു. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു അഡീഷൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്തൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഡിസിപ്ലിനോടുകൂടി ഹോൾഡ് ചെയ്യുക ഒരു പൊസിഷൻ. 2 ലോട്ട്സ് 151 ആവറേജ് പ്രൈസ്. ഓക്കെ, ഇപ്പോൾ അത് 150 ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൺഫർമേഷൻ കൂടി ഉണ്ട്. അതുകൂടി ഒന്ന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, 1 more എൻട്രി. എൻട്രിയാണ്, അതുകൊണ്ട് ഒന്നുകൂടി നോക്കിയിട്ട് എടുക്കാമെന്നാണ് തോന്നുന്നത്. ഒരു കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്.
യെസ്, കൺഫേം ആയാൽ നമ്മൾ എടുക്കുക എന്നുള്ളതിനകത്ത് ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് ആലോചിച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിൻ്റെ വഴിക്ക് പോകും. നമ്മളത് എന്തോ നമുക്ക് എടുത്തു നമ്മൾ, പക്ഷേ അത് എടുക്കാൻ പറ്റിയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നതിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബട്ട് നമ്മൾ ആ ഒരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തത്, ഒരു 42 സെക്കൻഡ്സാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഒരു കൂടുതലാണ്. ബട്ട് സ്റ്റിൽ നമുക്കൊരു 2-3 രൂപയുടെ വ്യത്യാസം വന്നിട്ടുള്ളത്. എന്നാലും നമ്മളത് എടുക്കാനുള്ള കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം. പിന്നെ വരുന്ന കാര്യത്തിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ അഗെയിൻസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ. ബട്ട് വൺസ് ആ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതിൽ നമുക്ക് ആലോചിക്കാൻ ഇൻ കേസ് ഇത് പ്രോഫിറ്റ് വരുമോ, എഗെയിൻസ്റ്റ് ആവുമോ, ലോസ് ആവുമോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ബട്ട് നമ്മൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് അത് എടുത്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. എന്തായാലും എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അഗെയിൻ 161.70 ആണ് ഡേ ഹൈ. അത് ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നെക്സ്റ്റ് എൻട്രി പ്ലാൻ ചെയ്യാം. 161.70. ഇപ്പോൾ നമ്മൾ 3 ലോട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. Let's wait. യെസ്, നമ്മുടെ പൊസിഷൻ കുറച്ചൊരു റിസ്കി ഇതിലേക്ക് ചെറിയൊരു പുൾ ബാക്ക് വന്നു. ബാക്ക് ടു കോസ്റ്റിലേക്കായി 161.70 ഹൈ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ 3 ലോട്ടാണ് ഹോൾഡ് ചെയ്തത്. 151.72 ആണ് ആവറേജ് പ്രൈസ്. ഇപ്പോൾ 162 വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ട്രേഡ് 161.70 ആണ് ഡേ ഹൈ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാം. ആസ് ഓഫ് നൗ നമ്മൾ 1.3K പ്രോഫിറ്റിലാണുള്ളത്. അപ്പോൾ ഇതൊരു സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഒരു റീസൺ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി ഒരു ഹയർ ഹൈ വന്നിട്ടുണ്ട്. സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ഹൈ വന്നതിന് ശേഷം ഒരു ലോവർ ലോ വരാനായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മേ ബി ഒരു നല്ലൊരു സ്പൈക്ക് പുട്ട് ഓപ്ഷനിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു സ്പൈക്കോട് കൂടി നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അതൊരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 150-155 ലെവൽ അറൗണ്ട് കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്ത് ലോവർ ലോ സ്പോട്ടിൽ വരുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു പൊസിഷൻ്റെ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയർ ലെവൽസിലേക്ക് മാർക്കറ്റ് പുൾ ബാക്ക് വന്നതിന് ശേഷം മാത്രമേ ഫോളോ ആവുള്ളൂ. അപ്പോൾ അത്ര നമുക്ക് ഹോൾഡ് ചെയ്യേണ്ട കാര്യമുണ്ട് എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു അഡീഷൻ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ലോട്ട് കൂടി ആഡ് ചെയ്തിട്ട് ഡേ ഹൈയിൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് നമുക്കൊരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു അഡീഷൻ കൂടി കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് ഡേ ഹൈയിൽ ബുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഈ ഒരു ട്രേഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാൻ സമയമായി. ബട്ട് ഒരു കൺഫർമേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് കൺഫർമേഷൻ കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. റിസ്കി പൊസിഷൻസ് എപ്പോഴും നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 130 ലെവൽസിലേക്ക് ഫോളോ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു 154 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 21,800 പുട്ട് ഓപ്ഷൻ. അത് ആ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസ്കി ആവും നമ്മുടെ ഒരു പൊസിഷൻ. നമ്മൾ ഓൾറെഡി 3 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഡേ ഹൈ റീടെസ്റ്റിൽ ഞാൻ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതുവരെ എന്തായാലും ഹോൾഡ് ചെയ്യാം. പക്ഷേ കോസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, വെയിറ്റ് ചെയ്യാം. യെസ്, ഡൗണായി വരുന്നുണ്ട്. 500 റുപ്പീസ് ലോസിലേക്ക് ആയിക്കഴിഞ്ഞു ഓൾറെഡി. 700. ഓക്കെ,
റിസ്ക്കിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഹയർ ഹൈ വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു റിവേഴ്സൽ സൈനിലാണ് നിൽക്കുന്നത്. ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്യുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിലുള്ളൊരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ആസ് ഓഫ് നൗ ഡേ ഹൈ വരുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. നമ്മൾ ഫിയർ ഇല്ലാതെ തന്നെ നമുക്ക് ആസ് പെർ നമ്മുടെ അനാലിസിസ് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. യെസ്, ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ നിന്നൊരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ ഡേ ഹൈയിൽ ബുക്ക് ചെയ്യാം. 180 ബുക്ക് ചെയ്യാൻ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കുറച്ചൊരു റിവേഴ്സൽ സൈൻസും പിന്നെ ഒരു മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുന്ന സമയത്ത് ബെറ്റർ ടാർഗറ്റ് 162 ഡേ ഹൈ ആണ്. അതിന് മുൻപ് ഒരു അഡീഷനാണ് നമ്മൾ നോക്കേണ്ടത്. അതെടുക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതൊരു കാര്യമുണ്ട്. അതെടുത്താൽ കൂടുതൽ റിസ്ക് ആവുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ കൂടുതൽ കോംപ്ലക്സ് ആക്കാതെ നമുക്ക് ഈ പൊസിഷൻസ് തന്നെ ഹോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ പ്ലസ് 500 മൈനസ് 500 അഗെയിൻ പ്ലസ് 500 ആ ഒരു ഫ്ലക്ച്വേഷൻ തന്നെയാണ് നമുക്ക് എപ്പോഴും ട്രേഡേഴ്സിന് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. ചില സമയത്ത് നമുക്ക് എടുത്തതും പ്രോഫിറ്റിലേക്ക് വരും, ചില സമയത്ത് എടുത്തതും ലോസിലേക്ക് പോകും. പക്ഷേ നമുക്കൊരു നോർമൽ ഇതെന്ന് പറയുന്നത് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഫൈനലി നല്ലൊരു പ്രോഫിറ്റിലേക്ക് വന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അഗെയിൻ 160 ലെവലിലേക്ക് വരട്ടെ. ഒരു മൊമെൻറ്റം കാണുന്നുണ്ട്. ആഡ് ചെയ്യാനുള്ളൊരു ലെവൽ തന്നെ ആയിരുന്നു. ബട്ട് നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നില്ല. ഓൾറെഡി 3 ലോട്ട്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ബ്രേക്ക് ഔട്ടാണ് വേണ്ടത്. ഓൾറെഡി റിവേഴ്സൽ സൈൻസ് വന്നതുകൊണ്ട് ലോവർ ലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. 180 ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ലെവൽ 22,180 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ഡേ ലോ നോക്കിക്കഴിഞ്ഞാൽ 22,182.55 ആണ്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് ആ ലെവൽ വന്നിട്ടുണ്ട്. ഇനി ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 180 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 22,120 ലെവലിലേക്കോ 130 ലെവലിലേക്ക് 130 ലെവലിലേക്ക് ഫോളോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല പ്രോഫിറ്റ്സിൽ നമുക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റും. എഗെയിൻ നമ്മൾ 1,000 റുപ്പീസ് പ്രോഫിറ്റിലാണ് 1K പ്രോഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ബട്ട് നമുക്ക് വേണ്ടത് 162 ഡേ ഹൈ അല്ലെങ്കിൽ 180 ബെസ്റ്റ് പ്രൈസ് 180 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മേ ബി ക്വിക്ക് മൂവ്മെൻറ്റ്സ് വരികയാണെങ്കിൽ. ബട്ട് 162 വന്നിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ 162 ബുക്ക് ചെയ്യും. നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നല്ലൊരു ഫോൾ വരുന്നുണ്ട്. പക്ഷെ അതൊരു എത്രത്തോളം മൊമെൻറ്റം അതിനുണ്ട് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആസ് ഓഫ് നൗ നമുക്ക് അഗെയിൻ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇനി ബുക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്തിട്ടേ കാണിക്കാൻ പറ്റും. വീഡിയോ ഓൺ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ റെക്കോർഡിംഗ് ഓൺ ചെയ്യുമ്പോഴേക്കും എന്താണ് പറ്റുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു റിസ്ക് ചില സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ 157 ട്രേഡ് ചെയ്യുന്നുണ്ട്. 1K പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, യെസ്, നമ്മൾ ഇപ്പോഴും ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്ത് ലോവർ ലോ വന്നിട്ടില്ല. ഡേ ലോ ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഓൾമോസ്റ്റ് ഒരു 2.5K ലോസ് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് റിക്കവർ ചെയ്ത് 1,500 ലോസ് 1.5K ലോസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ ആ ഒരു എൻട്രി കൺഫേം ആയാൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്.
4 ലോട്ട്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് കുറച്ച് ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഡേ ഹൈ 162 ലെവലിലേക്ക് സ്പൈക്ക് ആവുകയാണെങ്കിൽ നല്ലൊരു ആവറേജ് പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് എന്തായാലും ഒരു ലോട്ട് ആഡ് ചെയ്യാം. യെസ്, 4 ലോട്ട്സ് 150 ആവറേജ് പ്രൈസ്. 5 പോയിൻറ്റ്സ് ലോസിലാണ് ഇപ്പം. 1.3K ലോസ്. നമുക്കത് തന്നെയാണ് വേണ്ടത്. 162 ഡേ ഹൈ, അതുപോലെ തന്നെ 180 ലെവല് സ്പോട്ടിൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ആ ഒരു പ്ലാൻ പ്രകാരം ഈ ഒരു ട്രേഡ് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും കുറച്ചൊരു ലോവർ ലോ വന്നിട്ടുണ്ട്. അതൊരു സപ്പോർട്ട് റീടെസ്റ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു 150 to 153 ലെവലിലേക്ക് വരാനുണ്ട്. അതിന് ശേഷമാണ് അതിൽ ബ്രേക്ക് ഔട്ട് വരുമല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 162 ടാർഗറ്റ് ചെയ്യാം. ഡേ ഹൈ 161.70 ആണ്. ഡേ ഹൈയിൽ ബുക്ക് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ 150 ആണ് ആവറേജ് പ്രൈസ്. 4 ലോട്ട്സ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. 21,800 പുട്ട് ഓപ്ഷൻ. 1.1K ലോസിലാണ്. യെസ്, നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു ആ ഒരു പൊസിഷൻ. നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്ത ഒരു മൂവ്മെൻറ്റ് ഡേ ലോ ലെവലിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു റീടെസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഡൗൺ ആവാനുള്ള ചാൻസസ് ആണ് കൂടുതലും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു റീ എൻട്രി ചെയ്യാം മൊമെൻറ്റം വരുന്നുണ്ടെങ്കിൽ. ആസ് ഓഫ് നൗ നമ്മളൊരു 6.2K ലോസ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു 4 ലോട്ട്സിൽ 126 അറൗണ്ടാണ് ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 25 പോയിൻറ്റ്സ് ആണ് ഈ ഒരു ട്രേഡിൽ ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, എന്തായാലും ഇൻ കേസ് ഒരു മൊമെൻറ്റം വരികയാണെങ്കിൽ മാത്രമേ എൻട്രി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ദിവസം നമുക്ക് ഈ ഒരു 6.2K ലോസിൽ സ്ക്വയർ ഓഫ് ക്ലോസ് ചെയ്യാം ഈ ഒരു ഇന്നത്തെ ട്രേഡിൽ. അപ്പോൾ ഈ വീക്കിൽ നമുക്ക് 2 ഡേ ലോസ് വന്നിരിക്കുകയാണ്. അപ്പോൾ നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്, ഗുഡ് ഫ്രൈഡേ ആണ് നാളെ. അപ്പോൾ ഇനി തിങ്കളാഴ്ച കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.